അമ്മ, ഇതിലെ ഏതു പൊട്ടാണ് എനിക്ക് മാച്ചാകുന്നത്? ഒന്ന് പറ. ആവേശത്തോടെ തൻ്റെ കയ്യിലുള്ള കല്ലുവെച്ച മജന്ത നീളൻ പൊട്ടും മജന്ത വട്ടപ്പൊട്ടും കാണിച്ചുകൊണ്ട് കല്യാണി അമ്മയോട് ചോദിച്ചു. എൻ്റെ കല്യാണി, നിൻ്റെ ഒരു കാര്യം നോക്കിയ അമ്മ. ഇന്നലെ അഭി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാ. ഈ മാല മാച്ചുണ്ടോ, ആ വള എങ്ങനെയുണ്ട്, ഈ പൊട്ട് നന്നായിട്ടുണ്ടോ എന്നൊക്കെ. ഇതിപ്പം അവൻ ആദ്യമായിട്ടാണ് ഇവളെ കാണുന്നത്. കല്യാണിയുടെ അമ്മ കല്യാണിയുടെ മുത്തശ്ശിയോട് പറഞ്ഞു. ഹോ പോട്ടെ ലക്ഷ്മി, നമ്മുടെ കുട്ടിയുടെ സന്തോഷം കൊണ്ടല്ലേ. എത്ര വർഷം കഴിഞ്ഞാണ് അവൻ വരുന്നത്. ഇത്രയും നാൾ നമ്മുടെ കുട്ടി എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് എന്ന് നിനക്കറിയാലോ. എൻ്റെ കുട്ടി ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഒരുങ്ങട്ടെ. നീ ഓരോന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കല്ലേ, ലക്ഷ്മിയോട് മുത്തശ്ശി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്കെൻ്റെ മുത്തശ്ശി. കെട്ടിപ്പിടിച്ച് കല്യാണി മുത്തശ്ശിക്കൊരു ഉമ്മ കൊടുത്തു. ഒന്നും അറിയാഞ്ഞിട്ടല്ല അമ്മ, പക്ഷേ അവളുടെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്കെന്തോ. അമ്മ വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. കല്യാണിയുടെ മുഖത്തെ ആഹ്ലാദം കണ്ടപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. നീളൻ പൊട്ടെടുത്ത് കല്യാണിയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഈ പൊട്ടു മതി, ഇത് നിനക്ക് നല്ല ഭംഗിയുണ്ടാകും എന്ന് പറഞ്ഞു. താങ്ക് യു അമ്മ. കയ്യിലെ പൊട്ടുമായി കല്യാണി തൻ്റെ മുറിയിലെ കണ്ണാടിയുടെ മുന്നിലേക്ക് ഓടി. എൻ്റെ കാവിലമ്മേ, എൻ്റെ കുട്ടിക്ക് ഈ സന്തോഷം എന്നും ഉണ്ടാകണേ. ആവേശത്തോടെ ഓടിപ്പോകുന്ന കല്യാണിയെ നോക്കി മുത്തശ്ശി പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞ നീളൻ പൊട്ടുതൊട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് കല്യാണിക്ക് തോന്നി. തന്നെ പൊട്ട് വളരെയധികം ഭംഗിയുള്ളവളാക്കുന്നു എന്ന് അവൾ ആത്മകഥം പറഞ്ഞു. കോതി മിനുക്കി കുളിച്ച് പിന്നലിട്ട തൻ്റെ മുടിയിഴകൾക്കിടയിൽ മുറ്റത്തു നിന്നും വലിച്ചൊരു പനിനീർ പൂവ് വെച്ച് അഭിയേട്ടന് ഇഷ്ടമുള്ള തൻ്റെ നെറ്റിയിലെ പാറിക്കളിക്കുന്ന കുറുനിരകളുടെ ചാരുത ഒന്നുകൂടി അവൾ ഭംഗിയാക്കി. സാരിയുടെ പ്ലീറ്റുകൾ അഴിച്ച് കുറച്ചുകൂടി വൃത്തിയായി കുത്താൻ ശ്രമിച്ച് കണ്ണാടിയിൽ നോക്കി ദേഷ്യത്തോടെ, ഈശ്വര, സന്തോഷം കൊണ്ടാണോ കുത്തിയിട്ടും നേരെയാവാത്തത്? കല്യാണി ദേഷ്യത്തോടെ പിറുപിറുത്തു. ഒടുവിൽ പ്ലീറ്റുകളെല്ലാം വാരിക്കുത്തി മുന്താണി അലസമായിട്ട് നിരാശയോടെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അലസമായി കിടക്കുന്ന മുന്താണി തനിക്ക് പ്രത്യേകം ഭംഗി നൽകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇത് മതി, അഭിയേട്ടന് തീർച്ചയായും ഇങ്ങനെയാകും ഇഷ്ടപ്പെടുക എന്ന് സ്വയം തീരുമാനിച്ചു. എന്നിട്ട് മേശപ്പുറത്ത് എടുത്തുവെച്ച കുപ്പിവളകളിലേക്ക് നോക്കി. താൻ ആദ്യമായി കുപ്പിവളകളിട്ട് അഭിയേട്ടൻ്റെ മുന്നിൽ പോയ ദിവസം കല്യാണി ഓർത്തു. അഭിയേട്ടാ, ഞാൻ ഒന്ന് നിർത്തിക്കോട്ടെ. എത്ര നേരം ഞാൻ എൻ്റെ കൈകളിട്ട് കുലുക്കാൻ തുടങ്ങിയിട്ട്? തൻ്റെ മടിയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അഭിയോട് കല്യാണി ചോദിച്ചു. വേണ്ട എന്നർത്ഥത്തിൽ അഭി തലയാട്ടി. നല്ല ഭ്രാന്താണ്, എൻ്റെ കൈകൾ കഴക്കുന്നു അഭിയേട്ടാ. അത് കേട്ടപ്പോൾ കല്യാണിയുടെ 2 കൈകളും ചുംബിച്ചുകൊണ്ട് അഭി അവളുടെ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അഭിയേട്ടന് എന്ത് രസമാണ് ഇതിൽ കിട്ടുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും ഇഷ്ടമാണോ ഈ കുപ്പിവളകളുടെ ശബ്ദം? നമ്മുടെ കാവുംപുറത്തെ ഉത്സവത്തിന് പോയ ഹരമാണ് എനിക്ക്. നിൻ്റെ കൈകളിലെ കുപ്പിവളകളുടെ താളം കേൾക്കുമ്പോൾ. നിനക്ക് ഇനി ഞാൻ നിറയെ കുപ്പിവളകൾ വാങ്ങിത്തരുന്നുണ്ട്. കല്യാണിയുടെ നെറ്റിയിൽ ചുരുണ്ടു കിടക്കുന്ന കുറുനിരകളിൽ തഴുകിക്കൊണ്ട് അഭി പറഞ്ഞു. എന്നാൽ ഇനി മുതൽ ദിവസവും ഇട്ട് കുലുക്കിത്തരാം. ഹരത്തിന് ഒട്ടും കുറവ് വേണ്ട. എന്നും ഉത്സവത്തിന് പോയ പോലെ ഉണ്ടാകുമല്ലോ. ചിരിച്ചുകൊണ്ട് കല്യാണി മറുപടി പറഞ്ഞു. അഭി ഒന്നും പറഞ്ഞില്ല. കണ്ണുകൾ അടച്ച് തൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച അവളുടെ കൈകളെ തലോടിക്കൊണ്ടിരുന്നു. കല്യാണി തൻ്റെ കാലുകളിൽ വന്നിരുന്ന് ഇക്കിളിപ്പെടുത്തുന്ന മീനുകളെ നോക്കിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, അഭിയേട്ടാ, ഇനി ഞാൻ പോട്ടെ. വൈകിട്ട് അമ്പലത്തിൽ ദീപാരാധനയുണ്ട്, വരില്ലേ? ഓണത്തിനിട്ട മഞ്ഞ പട്ടുപാവാട ഇട്ട് വരാം. അഭിയേട്ടൻ വരില്ലേ? അഭി: ഇന്നെന്തായാലും വരും. എന്നാൽ മോൾ പോയിക്കോ, എനിക്ക് ലൈബ്രറിയിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് അഭി കല്യാണിയുടെ മടിയിൽ നിന്നും എണീറ്റതും, എന്നാൽ ശരി അഭിയേട്ടാ, വൈകുന്നേരം കാണാം എന്ന് പറഞ്ഞ് അഭിയുടെ കാതുകളിൽ തൻ്റെ 2 കൈകളും നന്നായി കുലുക്കിയിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കല്യാണി വീട്ടിലേക്ക് ഓടി. കുളക്കടവിൽ വെച്ചുള്ള അവരുടെ ആ നിമിഷങ്ങൾ ഓർത്തപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. കുപ്പിവളകൾ ഓരോന്നായി എടുത്ത് കല്യാണി തൻ്റെ 2 കൈകളിലും അണിഞ്ഞു. തൻ്റെ ചെവിയോട് ചേർത്ത് ഒന്ന് കുലുക്കി. അവളുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിടർന്നു. കല്യാണി വാച്ചിലേക്ക് നോക്കി. സമയം 8 മണിയാകുന്നു. ആവേശത്തോടെ അവൾ തൻ്റെ ഫോൺ എടുത്ത് ജാനകി അമ്മായിയെ വിളിച്ചു. ഹലോ അമ്മായി, അഭിയേട്ടൻ വിളിച്ചോ? എത്താനായോ?
മറുതലയ്ക്കിൽ നിന്നും. ഇല്ല മോളെ, ഇന്നലെ വിളിച്ചു വെച്ചതാ. പിന്നെ ഒരു വിവരവും അവൻ്റെ ഇല്ല. അവൻ പറഞ്ഞത് വെച്ച് 8 മണി ആവുമ്പോഴേക്കും എത്തേണ്ടതാണ്. പക്ഷേ വല്ല ബ്ലോക്കിലും പെട്ടിട്ടുണ്ടാകും. എന്തായാലും അവൻ എത്തിയതും ഞാൻ വിളിക്കാട്ടോ. മോൾ വെപ്രാളപ്പെടേണ്ട. കല്യാണി നിരാശയോടെ ഒന്ന് മൂളുക മാത്രം ചെയ്ത് ഫോൺ കട്ട് ചെയ്തു. തൻ്റെ ഫോണിലേക്ക് എങ്ങാനും അഭിയേട്ടൻ വിളിച്ചാലോ എന്ന് കരുതി കല്യാണി ഫോൺ കയ്യിൽ തന്നെ പിടിച്ചു. മോളെ കല്യാണി, വന്ന് ഈ ദോശ കഴിക്കാൻ നോക്ക്. എത്ര നേരമായി ചുട്ടുവെച്ചിട്ട്. അടുക്കളയിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു. അമ്മ, അമ്മയും മുത്തശ്ശിയും കഴിച്ചോളൂ, ഞാൻ ദാ വരുന്നു. മജന്ത പട്ടുസാരിയും ചുറ്റി കുപ്പിവളകളും മാലയും കമ്മലും എല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി വളരെയധികം സുന്ദരിയായി കല്യാണി അടുക്കളയിലേക്ക് വരുന്നത് കണ്ട് മുത്തശ്ശി, കാർത്യായനി നീയൊന്ന് നോക്കിക്കേ, ഒരു രാജകുമാരിയെ പോലെയുണ്ട് നമ്മുടെ കുട്ടീനെ ഇന്ന് കാണാൻ. ആര് കണ്ടാലും ഒന്ന് കണ്ണു വെക്കും. ആ ശരിയാ മുത്തശ്ശി, കല്യാണിക്കുട്ടീനെ കാണാൻ ഇന്ന് എന്തൊരു ഐശ്വര്യമാണ്. വൈകുന്നേരം എന്തായാലും കുറച്ച് കടുകും മുളകും ചുറ്റിയിടണം, ആരുടെയും കണ്ണുപെടാതിരിക്കട്ടെ. അരി ചേരുന്നതിൻ്റെ ഇടയിൽ കാർത്യായനി കല്യാണിയെ നോക്കി പറഞ്ഞു. എൻ്റെ കുട്ടിൻ്റെ മനസ്സിലെ സന്തോഷമാണ് കാർത്യായനി ഇന്നവളുടെ മുഖത്ത് കാണുന്ന ഐശ്വര്യം. മുത്തശ്ശി കല്യാണിയുടെ മുഖം തൻ്റെ കൈവിരലുകൾ കൊണ്ട് തലോടി വിരലുകൾ പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അഭിമോൻ വന്നാൽ ഇനി തിരിച്ചു പോക്കുണ്ടാകുമോ മുത്തശ്ശി? കാർത്യായനി ചോദിച്ചു. ഇനി അഭിയേട്ടനെ എങ്ങും പോകാൻ ഞാൻ അയക്കില്ല. ദോശ കഴിക്കുന്നതിനിടയിൽ കല്യാണി ആവേശത്തോടുകൂടി മറുപടി പറഞ്ഞു. മോളുടെ ഈ ഉത്സാഹം കാണുമ്പോൾ തന്നെ കാർത്യായനി അടുത്തേക്ക് എന്ത് സന്തോഷമായെന്നോ. അത് പറഞ്ഞ് ലക്ഷ്മിയെ നോക്കി. ഇനി വേഗം നമുക്കിവരുടെ കല്യാണം നടത്തണ്ടേ? കാർത്യായനി പറഞ്ഞത് കേട്ട് കല്യാണിയുടെ മുഖത്ത് നാണം വന്നു. ഇന്നലെ അബിൻ്റെ വിവരം കിട്ടിയതും ഭാസ്കരേട്ടൻ വന്നു. ഇവരുടെ കല്യാണക്കാര്യം തന്നെയാ പറഞ്ഞത്. കർക്കിടകം കഴിഞ്ഞിട്ട് നല്ലൊരു ദിവസം നോക്കി നടത്തണം. അപ്പോഴേക്കും ഇവിടെ ടൗണിലുള്ള സ്ഥലത്ത് അബിക്ക് എന്തെങ്കിലും ബിസിനസ് നോക്കണം എന്നും പറഞ്ഞു. എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു പരീക്ഷണങ്ങളും ദൈവം തരാതിരുന്നാൽ മതിയായിരുന്നു, വേവലാതിയോടെ ലക്ഷ്മി പറഞ്ഞു. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇനി ഒരു പരീക്ഷണവും ഉണ്ടാകില്ല. ഒരു ചെറിയ സമയദോഷം, അത്രയും കരുതിയാൽ മതി. നമ്മളെല്ലാവരും കുറച്ചൊന്ന് ഭയന്നെങ്കിലും ഇപ്പോൾ എല്ലാം മംഗളമായില്ലേ. ഇനി ഒരു വിഷമവും ഉണ്ടാകില്ല. എല്ലാം കിഴക്കുംപുറത്തെ അമ്മ കാത്തോളും. അഭിമോനെയും കല്യാണിയെയും കൊണ്ട് ദേവിയുടെ അടുത്തൊരു പൂജ നടത്തണം. ഇവർ ഇങ്ങനെ ഇണക്കുരുവികളെ പോലെ നടക്കുന്നത് കണ്ട് ചില അസൂയാളുകളുടെ കണ്ണ് പെട്ടിട്ടുണ്ടാകും, കാർത്യായനി പറഞ്ഞു. കുറച്ചൊന്നുമല്ല ഭയന്നത്. യുദ്ധം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാ അബിയും കൂട്ടുകാരും എല്ലാം മറ്റെവിടേക്കോ മാറ്റി താമസിച്ചിരിക്കുവാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അറിഞ്ഞത്. അതുവരെ ഇവിടെ എല്ലാവരും മരിച്ച് ജീവിക്കുകയായിരുന്നില്ലേ. മാസങ്ങൾ കഴിഞ്ഞ് അബിയുടെ കത്ത് വന്നപ്പോഴാണ് ഒന്ന് ജീവൻ വന്നത്. അവിടെ കത്തയക്കാനോ ഫോൺ ചെയ്യാനോ ഒന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ വല്ലപ്പോഴും വീട്ടിലേക്കൊരു മണി ഓർഡർ മാത്രം അയക്കാനേ പാവത്തിന് പറ്റിയുള്ളൂ. മോൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ഈശ്വര. വേദനയുടെ ആ നിമിഷങ്ങൾ ഓർത്തപ്പോൾ കല്യാണിയുടെ മുഖം വാടി. അഭിയേട്ടനെയും കൂട്ടി താൻ നേർന്ന വഴിപാടുകളെല്ലാം ചെയ്യണം, അവൾ മനസ്സിൽ പറഞ്ഞു. കാർത്യായനി പറഞ്ഞ പോലെ രണ്ടുപേരെയും കൂട്ടി ഒരു പൂജ നടത്തണം. ആരുടെയെങ്കിലും ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ മാറട്ടെ, മുത്തശ്ശി ലക്ഷ്മിയെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കല്യാണി കഴിച്ചു കഴിഞ്ഞ് വീണ്ടും മുറിയിൽ പോയി ജനലരികത്തിരുന്നു. പുറത്തേക്ക് നോക്കി അഭിയേട്ടനെ കണ്ടതും താൻ എന്താണ് ആദ്യം പറയുക? അഭിയേട്ടനെ കെട്ടിപ്പിടിച്ച് ഇത്രയും നാൾ കാണാത്ത വിഷമവും വേദനയും പറഞ്ഞ് കരയണോ? അതോ 2 വർഷമായി ഒരു കത്തുപോലും തനിക്ക് അയക്കാത്തതിലുള്ള, വരുന്ന വിവരം പോലും ഒന്ന് വിളിച്ച് പറയാൻ തോന്നാത്തതിലുള്ള പരാതിയും പരിഭവവും പറഞ്ഞ് ദേഷ്യം കാണിച്ച് പിണങ്ങി നിൽക്കണോ? അതോ തൻ്റെ അഭിയേട്ടനെ കണ്ട സന്തോഷം കൊണ്ട് ആ മുഖത്ത് 1000 ചുംബനങ്ങൾ നൽകണോ? എന്ത് ചെയ്യണം അവൾക്ക് അറിയുന്നില്ല. വീണ്ടും ഫോൺ ഓൺ ചെയ്ത് നിരാശയോടെ നോക്കി. കാർത്യായനി, നീ ഈ വാഴക്കൂമ്പുകളൊന്ന് ജാനകി ചേച്ചിക്ക് വേഗം കൊണ്ടുപോയി കൊടുത്തിട്ട് വായോ. അബിക്ക് വലിയ ഇഷ്ടമാണ് കൂമ്പുതോരൻ. ഉച്ചയ്ക്ക് വെച്ചോട്ടെ. ലക്ഷ്മി വാഴക്കൂമ്പെടുത്ത് കാർത്യായനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. കാർത്യായനി അരി ചേറൽ നിർത്തി വാഴക്കൂമ്പുമായി അബിയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ കുറച്ച് ചീര നുള്ളട്ടെ.
എന്ന് പറഞ്ഞ് മുത്തശ്ശി തൊടിയിലേക്ക് പോയി. 10 മണിയായിട്ടും അഭി എത്താത്തത് കൊണ്ടുള്ള ആകുലതയും വെപ്രാളവും കല്യാണിയുടെ മുഖത്ത് നിഴലിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി നോക്കി. വയറു കാളുന്ന പോലെയോ ശ്വാസം മുട്ടുന്ന പോലെയോ പഠിച്ച ഉത്തരങ്ങളെല്ലാം മറന്നുപോയിട പരീക്ഷയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും ഭയാനകമായി അവൾക്ക് ആ നിമിഷം തോന്നി. എന്താ ഇത്രയും നേരം ബ്ലോക്കിൽപ്പെടുമോ? എന്തൊരു കഷ്ടമാണ്. എന്നാൽ അതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? ഇങ്ങോട്ട് വരട്ടെ. എന്നെ ഇങ്ങനെ ഇട്ട് ടെൻഷൻ അടിപ്പിച്ചതിന് കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ. കല്യാണി പിറുപിറുത്തുകൊണ്ട് അക്ഷമയോടെ അഭി വരുന്നതും കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും കാർത്യായനി കരഞ്ഞുകൊണ്ട് തിരിച്ചെത്തി അടുക്കളപ്പുറത്ത് വന്നിരുന്നു. കാർത്യായനി കരയുന്നത് കണ്ട് എന്തു പറ്റി കാർത്യായനി? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വെപ്രാളത്തോടെ ലക്ഷ്മി ചോദിച്ചു. അത് പിന്നെ മോൾ കല്യാണി അവൾ അകത്തുണ്ട്. നീ എന്താ കാര്യമെന്ന് പറ കാർത്യായനി, ലക്ഷ്മി വീണ്ടും ചോദിച്ചു. ലക്ഷ്മിയുടെയും കാർത്യായനിയുടെയും മുഖഭാവം കണ്ട് ഭയന്നുകൊണ്ട് തൊടിയിൽ നിന്നും മുത്തശ്ശി അവിടേക്ക് ഓടി വന്നു. മുത്തശ്ശിയെ കണ്ടതും നമ്മുടെ അഭിമോൻ ചതിച്ചു മുത്തശ്ശി, കാർത്യായനി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്താ നീ പറയുന്നത്? മുത്തശ്ശി വേദനയോടെ ചോദിച്ചു. ലക്ഷ്മിയും കാർത്യായനിയോട് ഭയത്തോടെ, എന്താ അഭിമോന് പറ്റിയേ? എന്ത് ചതിച്ചു എന്നാ നീ പറയുന്നത്? അഭിമോൻ എത്തി. കൂടെ ഒരു പെണ്ണും കുട്ടിയുമുണ്ട്. പെണ്ണും കുട്ടിയുമോ? മുത്തശ്ശി ഭയത്തോടെ ചോദിച്ചു. അഭിയുടെ ഭാര്യയും കൊച്ചുമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ കിഴക്കുംപുറത്തെ അമ്മേ, ചതിച്ചല്ലോ. മുത്തശ്ശി നെഞ്ഞത്തടിച്ച് കരഞ്ഞുകൊണ്ട് അടുക്കള തിണ്ണയിലിരുന്നു. ഹേ, അങ്ങനെയൊന്നും ആവില്ല. അഭിമോൻക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. നീ വെറുതെ ഓരോന്നും അറിയാതെ പറയല്ലേ കാർത്യായനി, ലക്ഷ്മി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. പണിക്കു നിൽക്കുന്ന വീട്ടിലെ കുട്ടികളായിട്ടല്ല കല്യാണിയെയും അഭിയെയും ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ മക്കളെ പോലെയല്ലേ. അവരെക്കുറിച്ച് ഞാൻ അറിയാത്ത കാര്യം പറയുമോ ലക്ഷ്മി? എല്ലാം സത്യമാണ്. അഭിമോൻ എല്ലാവരെയും ചതിച്ചു. എൻ്റെ കല്യാണിക്കുട്ടി ഇത് എങ്ങനെ സഹിക്കും? എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് കാവുംപുറത്തമ്മേ, കാർത്യായനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാർത്യായനി പറഞ്ഞത് കേട്ട് ലക്ഷ്മി തരിച്ചു നിന്നു. കണ്ണുനീർ പോലും വറ്റിപ്പോയ പോലെ. ആ നിമിഷം ഭൂമി പിളർന്ന് താൻ പാതാളത്തിലേക്ക് പോയിരുന്നു എങ്കിലെന്ന് ആ അമ്മ ആശിച്ചു. കാർത്യായനി കരഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഇതൊന്നും മോൾ അറിയണ്ട. എൻ്റെ കുട്ടി ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്ന് ലക്ഷ്മിയോട് പറഞ്ഞ് ഉള്ളിലേക്ക് കയറിയതും ഇതെല്ലാം കേട്ട് കല്യാണി അവിടെ തരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ എന്ന് വിളിച്ച് കാർത്യായനി കരഞ്ഞതും, മതി, നിങ്ങളൊക്കെ എൻ്റെ അഭിയേട്ടനെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? എൻ്റെ അഭിയേട്ടന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞുണ്ടാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? നിങ്ങൾക്കെല്ലാം ഭ്രാന്താണ്. ഹൃദയഭേദകമായ അവരുടെ വാക്കുകൾ കാരണം കല്യാണിയുടെ നെഞ്ച് ഒന്ന് പിടഞ്ഞെങ്കിലും ഇല്ല, ഒരിക്കലും തൻ്റെ അഭിയേട്ടന് എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. ഉറച്ച വാക്കുകളോടെ അവൾ പറഞ്ഞു, ഇല്ല, എൻ്റെ അഭിയേട്ടന് ഒരിക്കലും എന്നെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. എന്നെ കാണാൻ വരും, തീർച്ച. ഞാൻ ആ കുളക്കടവിലേക്ക് ചെല്ലട്ടെ. കല്യാണി കുളക്കടവിലേക്ക് ഓടിപ്പോകുന്നത് കണ്ട് അവർ മൂവരുടെയും ഹൃദയം തകർന്നു. നിന്റെ ഒരു വാക്കും ഇനി എനിക്ക് കേൾക്കണ്ട. എൻ്റെ മനസ്സിൽ നീ മരിച്ചു കഴിഞ്ഞു അഭി. നിനക്ക് ഇവിടെ നിന്നും പോകാം. വളരെയധികം ദേഷ്യത്തോടെയും വേദനയോടെയും ഭാസ്കരൻ പറഞ്ഞു. അച്ഛൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിന്ന് പൊട്ടിക്കരയുന്ന അഭിയെ നോക്കി. എന്നാലും നിനക്ക് എങ്ങനെ സാധിച്ചു നിന്റെ കല്യാണിയെ ചതിക്കാൻ? നിന്നെ ഓർത്തുകൊണ്ടല്ലേ അവൾ ഓരോ നിമിഷവും ജീവിക്കുന്നത് തന്നെ. ആ പാവം പെണ്ണിൻ്റെ ഒരു തുള്ളി കണ്ണുനീർ മതി 7 ജന്മവും മോക്ഷം കിട്ടാതെ അലയാൻ. എന്തൊരു കൊടും പാപിയാണ് നീ, അലറിക്കരഞ്ഞുകൊണ്ട് ജാനകി അമ്മ പറഞ്ഞു. തൻ്റെ ഭർത്താവിനെ എല്ലാവരും നിന്ന് ശപിക്കുന്നത് കണ്ട് നിസ്സഹായിയായി നോക്കി നിൽക്കാനേ അഭിയുടെ കൂടെ വന്ന് ആ പെണ്ണിന് കഴിഞ്ഞുള്ളൂ. ഒന്നും മനഃപൂർവ്വമല്ല അമ്മേ, തെറ്റ് പറ്റിപ്പോയി. അഭി അമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞു. എഴുന്നേറ്റ് പോടാ ചതിയ, അച്ഛൻ ആക്രോശിച്ചു. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും അഭിയുടെ കൂടെ വന്ന ആ പെൺകുട്ടിയുടെ കയ്യിലെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റ് കരയാൻ തുടങ്ങി. അവൾ ആ കുഞ്ഞിനെ തോളത്ത് കിടത്തി തട്ടി പാൽ കൊടുക്കാനായി കാറിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് വീടിൻ്റെ മുൻവശത്തുള്ള കടയിൽ നിന്നും
ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാനായി കാർ ഡ്രൈവറെ പറഞ്ഞയച്ച് അവൾ കാറിനകത്ത് കയറിയിരുന്നു. എൻ്റെ കല്യാണിയോട് എന്ത് പശ്ചാത്താപമാണ് ഞാൻ ചെയ്യേണ്ടതമ്മേ? അമ്മയുടെ കാൽക്കൽ കിടന്ന് കരഞ്ഞുകൊണ്ട് അഭി ചോദിച്ചു. നിന്റെ കല്യാണിയോ? എങ്ങനെ പറയാൻ തോന്നി നിനക്ക്? കടം കയറി ആത്മഹത്യയുടെ മുന്നിൽ നിന്ന് ആ കൊച്ചിൻ്റെ കഴുത്തിലെയും കാതിലെയും അഴിച്ചു തന്നിട്ടല്ലേ നീ ഇന്നത്തെ മുതലാളിയായത്? പണം വന്നപ്പോൾ നീ എല്ലാം മറന്നു വന്ന വഴികൾ. ആശ കൊടുത്ത പെണ്ണിനെ നിനക്ക് അറിയുമോ? നീ പോയ അന്നു മുതൽ അവളൊന്ന് ഉള്ളു തുറന്ന് ചിരിച്ചിട്ടില്ല, വൃത്തിയായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിയിട്ടില്ല. നിന്റെ ഓരോ കത്തിനും നിന്റെ ഓരോ ഫോൺ വിളിക്കും വേണ്ടി അവൾ കാത്തിരുന്ന പോലെ ഒരു പെണ്ണും കാത്തിരുന്നിട്ടുണ്ടാകില്ല. നിന്റെ ഫോൺ വിളികളും കത്തുകളും നാൾക്കുനാൾ കുറഞ്ഞു വന്നപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഉള്ളു നീറുമ്പോഴും എൻ്റെ അഭിയേട്ടൻ്റെ നിവൃത്തികേട് കൊണ്ടല്ലേ. പാവം ഒരുപാട് പണിയുണ്ടാകും, അതായിരിക്കും വിളിക്കാനൊന്നും ഒഴിവ് കിട്ടാത്തത് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കും. നിന്റെ കഷ്ടതകൾ മാറാൻ നിനക്ക് താങ്ങാകാൻ അവൾ വാശിയോടെ പഠിച്ചു. ഇന്നവൾക്ക് നീ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലിയുണ്ട്. ഇനി അഭിയേട്ടന് സമാധാനമായിട്ട് നാട്ടിൽ വരാലോ. കൈത്താങ്ങായി ഞാനുണ്ടെന്ന വിശ്വാസത്തിൽ ജോലി കിട്ടിയ അന്ന് മുതൽ അവൾ പറയുന്നതാണ്. ഒന്നും നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ അറിയാൻ. നീ വരുന്ന ഈയൊരു ദിവസത്തിനു വേണ്ടി എത്രമാത്രം കൊതിയോടെയാണ് എൻ്റെ കുട്ടി കാത്തിരുന്നത്. നീ ഇന്നലെ വിളിച്ച് വരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് അവൾ ഭൂമിയിലൊന്നുമല്ല, അത്രയധികം സന്തോഷത്തിലാണ് ആ പാവം. എൻ്റെ കുട്ടി ഇതെങ്ങനെ സഹിക്കും ഈശ്വര? മഹാഭാബി, അവളെ അങ്ങ് കൊന്നുകളയാമായിരുന്നില്ലേ നിനക്ക്? ഇപ്പോൾ അവൻ പശ്ചാത്താപം ചെയ്യാൻ വന്നിരിക്കുന്നു. ജാനകിയമ്മ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അഭിയെ തൻ്റെ കാൽക്കലിൽ നിന്നും തട്ടിമാറ്റി. പൊട്ടിക്കരയുന്ന അഭിയെ കണ്ട് കാറിലിരുന്ന ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ അവളുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കാൽക്കലിൽ നിന്നും എണീറ്റ് കണ്ണുകൾ തുടച്ച് കാറിനടുത്തേക്ക് ചെന്ന് ആ പെൺകുട്ടിയോട് എന്തോ പറഞ്ഞ ശേഷം അഭി പുറത്തേക്കിറങ്ങിപ്പോയി. സമനില തെറ്റിയ ഒരു ഭ്രാന്തനെ പോലെ കരഞ്ഞുകൊണ്ട് അഭി കല്യാണിയുടെ വീട്ടുമുറ്റത്തെത്തി. മുറ്റത്ത് നിന്ന് കരയുന്ന അഭിയെ കണ്ടതും ലക്ഷ്മി അമ്മയും നിയന്ത്രണം വിട്ട് കരഞ്ഞു. അമ്മായി എന്ന് വിളിച്ച് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് അഭി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എനിക്കെൻ്റെ കല്യാണിക്കുട്ടിയെ ഒന്ന് കാണണം. ഇത് വീടിനകത്ത് നിന്നും കേട്ട മുത്തശ്ശി, എടാ ദ്രോഹി എന്ന് വിളിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി വന്ന് ദേഷ്യവും വെറുപ്പും കലർന്ന സ്വരത്തിൽ, നിന്റെ കല്യാണിക്കുട്ടി മരിച്ചു, കുറച്ചു മുൻപ് ഒരു ദ്രോഹി കൊന്നു. മുത്തശ്ശി, എനിക്കെൻ്റെ കല്യാണിക്കുട്ടിയെ കണ്ടേ പറ്റൂ, എനിക്ക് കാണണം അവളെ, അഭി മുത്തശ്ശിയോട് യാചിച്ചു. നീ ഇനി ഇവളെ കാണേണ്ട, ഇറങ്ങിപ്പോട ചതിയ, മുത്തശ്ശി നിലവിളിച്ചു. അഭി വീണ്ടും, അമ്മായി എനിക്കെൻ്റെ കല്യാണിക്കുട്ടിയെ കണ്ടേ പറ്റൂ, ആരൊക്കെ എതിർത്താലും എൻ്റെ കല്യാണിക്കുട്ടിയെ കാണാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല. അമ്മായി ഒരേ ഒരു വട്ടം അഭി കരഞ്ഞുകൊണ്ട് അമ്മായിയുടെ കാലിൽ വീണു. നിങ്ങളുടെ ആ കുളക്കടവിൽ ഒരു ജീവച്ഛവം പോലെ അവളവിടെ ഇരിപ്പുണ്ട്. നിനക്ക് നിർബന്ധമാണെങ്കിൽ പോയി കണ്ടോളൂ അഭി, ലക്ഷ്മി വേദനയോടെ പറഞ്ഞു. കാറിൽ നിന്നും ആ പെൺകുട്ടി ഇറങ്ങി വന്നു. അഭിയുടെ അമ്മയുടെ മുന്നിൽ പോയി നിന്ന് അമ്മ ഇടറിയ സ്വരത്തിൽ അവൾ വിളിച്ചു. പക്ഷേ അമ്മ അവളെ നോക്കിയില്ല. അച്ഛൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. തല താഴ്ത്തിയിരിക്കുന്ന അമ്മയെ നോക്കി അവൾ പറഞ്ഞു തുടങ്ങി, അമ്മ, അഭി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഭിയും ഞാനും ഒരു കെണിയിൽ പെട്ടുപോവുകയായിരുന്നു. അന്നു മുതൽ അഭി കല്യാണിയെ ഓർത്ത് കരയാത്ത ഒരു നിമിഷം പോലുമില്ല. കുറ്റബോധം കൊണ്ട് അഭി നീറുകയാണ്. കല്യാണിയെ കണ്ട് മാപ്പ് പറഞ്ഞാലെങ്കിലും അവൻ്റെ ഉള്ളിലെ പാപഭാരം കുറയട്ടെ എന്ന് കരുതിയാണ് അഭി ഇപ്പോൾ നാട്ടിലേക്ക് വന്നതുപോലും. അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ വീണ്ടും കാറിൽ തന്നെ പോയിരുന്നു. കുളക്കടവിലേക്ക് നടക്കുമ്പോൾ അഭിയുടെ കാലുകൾ ഇടറി. നടക്കും തോറും കുളക്കടവിലേക്കുള്ള ദൂരം കൂടുന്ന പോലെ, തല കറങ്ങുന്ന പോലെയോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയോ, ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീർപ്പുമുട്ടി. ഒരു വിധേനെ അവൻ കല്യാണിയുടെ അടുത്തെത്തി. ഞാനും തൻ്റെ കല്യാണിയും കുട്ടിക്കാലം തൊട്ടേ തങ്ങളുടെ കളിചിരികളും സ്നേഹവും പ്രണയവും
മധുര സ്വപ്നങ്ങളും മാത്രം കണ്ടു ശീലിച്ച ഈ കുളക്കടവ് ഇന്നിതാ തകർന്ന് രണ്ടുപേരുടെ ഹൃദയവും കാണാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ കൽപ്പടവിൽ തലതാഴ്ത്തി തകർന്നിരിക്കുന്ന കല്യാണിയെ കണ്ട് അഭിയുടെ നെഞ്ച് പിടഞ്ഞു. ഒരു തേങ്ങലോടെ അഭി തൻ്റെ കല്യാണിയെ വിളിച്ചു. കല്യാണിക്കുട്ടി എന്ന ആ വിളിയേട്ടതും അവൾ കണ്ണുകൾ തുടച്ച് പ്രതീക്ഷയോടെ അഭിയെ തിരിഞ്ഞു നോക്കി. തന്നെ കാണാൻ തൻ്റെ അഭിയേട്ടൻ വന്നിരിക്കുന്നു. കല്യാണി സന്തോഷത്തോടെ അഭിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട്, അഭിയേട്ടാ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എൻ്റെ അഭിയേട്ടന് അങ്ങനെയൊക്കെ സാധിക്കുമോ? പറയൂ, അഭിയേട്ടാ, ഞാൻ കേട്ടതൊന്നും സത്യമല്ലെന്ന്. ഞാൻ അഭിയേട്ടൻ്റെ അല്ലേ? എന്നെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ അഭിയേട്ടനെ കൊണ്ട് പറ്റുമോ? കല്യാണിയുടെ കണ്ടമിടറി, കണ്ണുകൾ ധാരധാരയായി നിറഞ്ഞൊഴുകി. കല്യാണിയുടെ ഓരോ ചോദ്യങ്ങളും 1000 ശരങ്ങൾ വന്ന് തൻ്റെ നെഞ്ചിലേക്ക് തറച്ച പോലെ അവൻ അനുഭവപ്പെട്ടു. തകർന്നു നിൽക്കുന്ന കല്യാണിയെ കണ്ടപ്പോൾ ഈ കുളക്കടവിൽ വെച്ച് പണ്ട് താൻ കല്യാണിയോട് പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. നിന്റെ മിഴികളെ, നിന്റെ നോട്ടമേ, നീ ഇത്ര തീക്ഷ്ണമായി എന്നെ നോക്കാതിരിക്കൂ. ഞാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് അടക്കി വെച്ചോട്ടെ. അഭി അവളുടെ കണ്ണുകളിൽ 1000 ചുംബനങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു. കല്യാണി കുണുങ്ങിച്ചിരിച്ചുകൊണ്ട് അഭിയെ കെട്ടിപ്പിടിച്ച്, അഭിയേട്ടാ, എന്നെ ഒത്തിരി ഇഷ്ടമാണോ? അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് ചിണുങ്ങി. നീ എൻ്റെ ആത്മാവല്ലേ പെണ്ണേ? നീ ഇല്ലെങ്കിൽ ഞാൻ വെറുമൊരു ശരീരം മാത്രം. അഭി കല്യാണിയുടെ കുറുനിരകൾ തഴുകിക്കൊണ്ട് പറഞ്ഞു. കല്യാണി, അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പോയി ജോലിയൊക്കെ കിട്ടി വേറെ വല്ലവനെയും കെട്ടിയാൽ? അഭി ചിരിച്ചുകൊണ്ട്, നിന്റെ ഈ നുണക്കുഴികളിൽ ഒളിച്ചു വെച്ച കുസൃതികൾ മുഴുവൻ എനിക്ക് തരാനല്ലേ? എന്നോടുള്ള പ്രണയമല്ലേ നിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്? ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഈ ജന്മം എങ്ങനെയാണ് പൂർണ്ണമാവുക കല്യാണിക്കുട്ടി? അവൻ സ്നേഹത്തോടെ വിളിച്ചു. എന്താ അഭിയേട്ടാ? നിന്റെ വിടർന്ന ഈ കണ്ണുകളിൽ നിന്ന് ഒരിക്കലും കൺമഷി മായരുത്. നിന്റെ കണ്ണുകൾ എന്നും നീ മനോഹരമായി സൂക്ഷിക്കണം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പറഞ്ഞ് അവസാനം അഭിയേട്ടൻ തന്നെ എൻ്റെ കണ്ണുകളെ വേദനിപ്പിക്കുമോ? അതും പറഞ്ഞ് അവൾ ചിരിച്ചു. ഞാൻ കാരണം നിന്റെ ഈ കണ്ണുകൾ നിറഞ്ഞൊഴുകില്ല. മറിച്ച് സംഭവിക്കണമെങ്കിൽ നിനക്ക് മുന്നേ ഞാൻ മരിക്കണം. അത് കേട്ടതും കല്യാണി അഭിയുടെ വായ പൊത്തിക്കൊണ്ട്, അഭിയേട്ടനില്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട. അത് ഒരു നിമിഷമാണെങ്കിൽ കൂടി. മരിക്കുവാണേലും ജീവിക്കുവാണേലും നമ്മൾ ഒരുമിച്ച് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സ്നേഹത്തോടെ പുണർന്നു. ഇതെല്ലാം പറഞ്ഞ താൻ തന്നെ ഇന്നെൻ്റെ കല്യാണിയുടെ ഹൃദയം തകർത്തിരിക്കുന്നു. അവളുടെ കണ്ണീരിന് കാരണമായിരിക്കുന്നു. അതോർത്തപ്പോൾ അവന് നിയന്ത്രണം വിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന കല്യാണിയുടെ മുന്നിൽ അവൻ വാവിട്ട് കരഞ്ഞു. അഭിയുടെ നെഞ്ചു പൊട്ടിയുള്ള ആ കരച്ചിൽ അവളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് മനസ്സിലായതും താൻ ചേർത്തു പിടിച്ച് അഭിയുടെ കൈകളിൽ നിന്ന് ഷോക്കേറ്റ പോലെ പിടിവിട്ടുകൊണ്ട് അഭിയിൽ നിന്നും അവൾ പിന്നോട്ട് ആഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഇരുട്ടു പടരുന്ന പോലെ, വാക്കുകൾ മറന്നുപോയതുപോലെ, നാവും കൈകാലുകളും മരവിച്ചുപോയി അവൾ തരിച്ചു നിന്നു. പൊന്നുമോളെ! അവൻ്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ വിളിയിൽ കല്യാണി ഉണർന്നെങ്കിലും അഭിയേട്ടൻ്റെ ആ വിളിയെ സഹിക്കാൻ വയ്യാതെ അവനിൽ നിന്നും അവൾ തിരിഞ്ഞു നിന്നു. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അവൾ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു, അഭിയേട്ടന് എങ്ങനെ സാധിച്ചു എന്നെ ചതിക്കാൻ? ജനിച്ച അന്ന് തൊട്ട് അഭിയേട്ടൻ എൻ്റെയാണെന്നല്ലേ പറഞ്ഞു പഠിച്ചത്? 19 വർഷം നമ്മൾ ഒരുമിച്ചല്ലേ വളർന്നത്? എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളുമാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ചത്. എല്ലാം മറക്കാൻ അഭിയേട്ടന് എങ്ങനെ കഴിഞ്ഞു പെട്ടെന്ന്? അവൾ അഭിയിലേക്ക് തിരിഞ്ഞു. അഭിയേട്ടാ, അവൾ വേദനയോടെ വിളിച്ചു. 5 വർഷമായി അഭിയേട്ടൻ പോയ അന്ന് തൊട്ട് ഓരോ നിമിഷവും ഏട്ടൻ വരുന്ന ഈ നിമിഷം ഓർത്താണ് ഞാൻ ജീവിച്ചത്. അഭിയേട്ടൻ ഓർക്കുന്നുണ്ടോ? അഭിയേട്ടൻ പോകുന്നതിനു മുൻപ് ഇവിടെ വെച്ച് എന്നോട് ആവശ്യപ്പെട്ട കാര്യം എന്താണെന്ന് ഓർക്കുന്നോ? ഈ സാരി, താൻ ഉടുത്ത മജന്ത സാരിയിലേക്ക് നോക്കിക്കൊണ്ട്. ഈ സാരിയും ഈ ആഭരണങ്ങളും എല്ലാം വാങ്ങിത്തന്നിട്ട് കടങ്ങളെല്ലാം തീർത്ത് ഞാൻ വേഗം വരും നാട്ടിലേക്ക്. ഞാൻ വരുന്ന ദിവസം നീ ഇതെല്ലാം ഇട്ട്
അണിഞ്ഞൊരുങ്ങി ഈ കുളക്കടവിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എൻ്റെ പെണ്ണായിട്ട്. നമ്മുടെ സ്നേഹവും ഇണക്കവും പിണക്കവും നിറഞ്ഞ പ്രണയമുഹൂർത്തങ്ങളും കണ്ട നമ്മുടെ പ്രണയജീവിതത്തിൻ്റെ നാഴികക്കല്ലായ ഈ കുളക്കടവിനെ സാക്ഷിയാക്കി ഞാൻ നിൻ്റെ കഴുത്തിൽ അന്നൊരു താലി ചാർത്തും. കാത്തിരിക്കുക. നോക്ക്, അഭിയേട്ടൻ വാങ്ങിത്തന്നതെല്ലാം. അവൾ തൻ്റെ മാലയും വളകളും പൊട്ടും സാരിയും വെപ്രാളത്തോടെ അഭിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്. എല്ലാം ഇട്ടൊരുങ്ങി എൻ്റെ അഭിയേട്ടൻ വരുന്നതും കാത്ത് ഞാനിവിടെ. അവൾക്ക് വാക്കുകൾ മുഴുവിക്കാൻ കഴിഞ്ഞില്ല. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു, മോഹങ്ങളും പ്രതീക്ഷയും സ്വപ്നങ്ങളും കോർത്തിണക്കിയ താലിക്ക് കാത്തിരുന്ന എനിക്ക് ഇന്ന് നഷ്ടങ്ങളും വേദനകളും കോർത്തിണക്കിയ പാഴ്ചരടായിപ്പോയല്ലോ ഇനി ഞാൻ. എനിക്കിനി. അവൾക്ക് പിന്നെയും വാക്കുകൾ മുറിഞ്ഞുപോയി. അവളുടെ കണ്ഠം ഇടറി. ഹൃദയഭേദകമായ അവളുടെ വാക്കുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ അവൻ നിന്ന് തകരുന്നത് കണ്ടപ്പോൾ കല്യാണിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അഭിയേട്ടൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ ചെറുതായി പോകുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അഭിയേട്ടൻ ഇവിടെ നിന്നും പൊയ്ക്കോളൂ, അവൾ വേദനയോടെ പറഞ്ഞു. മോളെ, വയ്യ, നിന്നെ വിട്ട് എനിക്ക് വയ്യ. വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാതെ അഭി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് നിലത്തിരുന്നു. പണ്ട് അഭിയേട്ടൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഞാൻ വളരെ സൈലൻറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ. ഇന്ന് നേരെ തിരിച്ച്. എൻ്റെ അഭിയേട്ടൻ വാക്കുകൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകും അഭിയേട്ടൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. കല്യാണിക്കുട്ടി, ഹൃദയഭേദകമായ അഭി വിളിച്ചു. എന്താ അഭിയേട്ടാ? എനിക്ക് നിൻ്റെ കുപ്പിവളകളുടെ താളം ഒന്നുകൂടി കേൾക്കണം, അഭി പറഞ്ഞു. വേണ്ട അഭിയേട്ടാ, ഇനി ഈ കുപ്പിവളകൾക്ക് പഴയ പോലെ താളത്തിൽ കുലുങ്ങാൻ കഴിയില്ല. കല്യാണി തൻ്റെ കൈകളിലെ കുപ്പിവളകളിലേക്ക് നോക്കി ഈറൻ അണിഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണം മോളെ, എനിക്ക് ഒന്നുകൂടി കേൾക്കണം. നിൻ്റെ അഭിയേട്ടന് ഒരു തവണ കൂടി ആ കിലുക്കം കേൾക്കണം. അഭിയുടെ മുന്നിൽ കല്യാണിക്ക് മറുത്തു പറയാൻ കഴിയാതെ തൻ്റെ കൈകൾ അഭിയുടെ ചെവിയുടെ അടുത്ത് കൊണ്ടുപോയി. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൾ ആ കുപ്പിവളകൾ കുലുക്കാൻ ശ്രമിച്ചെങ്കിലും വയ്യ അഭിയേട്ടാ, എൻ്റെ കൈകൾക്ക് അതിന് കഴിയുന്നില്ല. മുഖം പൊത്തി അവൾ അലറിക്കരഞ്ഞു. കല്യാണിക്കുട്ടി, നിനക്കെന്നെ ഒന്ന് ശപിച്ചുകൂടെ? അഭി അവളുടെ കൈകൾ ചേർത്തു പിടിച്ച് കരഞ്ഞുകൊണ്ട് അഭി ചോദിച്ചു. ശപിക്കാൻ പോയിട്ട് എൻ്റെ അഭിയേട്ടനെ ഒന്ന് വഴക്ക് പറയാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ, അതിനൊന്നും എനിക്ക് കഴിയില്ല അഭിയേട്ടാ. കല്യാണി കണ്ണീർ തുടച്ചുകൊണ്ട്. എൻ്റെ അഭിയേട്ടന് ഭാര്യയും കുഞ്ഞിനോടുമൊപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. അഭിയേട്ടന് ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ. ഞാൻ പോകുന്നു അഭിയേട്ടാ. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ കണ്ണീരിൽ അഭിയേട്ടൻ മുങ്ങിപ്പോകും. അതുകൂടി കാണാനുള്ള ശക്തി എനിക്കില്ല. നിറ കണ്ണുകളോടെ കല്യാണി തൻ്റെ കൈകൾ അഭിയിൽ നിന്നും എന്നേക്കുമായി വേർപെടുത്തി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പോകുന്നതിനിടെ കല്യാണി അഭിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ഒരു കാര്യം ചോദിക്കട്ടെ അഭിയേട്ടാ, മോളുടെ പേരെന്താണ്? അഭി വാക്കുകൾ ഇടറിക്കൊണ്ട്. മീര. ഈ ചെറുകഥ നിങ്ങൾക്കിഷ്ടമായോ? എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.